നൽകി കേവിൽ. പിന്നെ മൂന്നാം നാൾ അയാൾ രക്ഷപ്പെട്ടു പോയി നഷ്ടപ്പെട്ട കുഞ്ഞാടുകളെ തേടി. അത്രയല്ലേ ഉള്ളൂ. ഇതിൽ ആകാശത്തേക്ക് പോയതോ പാപങ്ങളെ ഏറ്റെടുത്തതോ കുരിശിൽ മരിച്ചതോ ഒന്നും ഇല്ലല്ലോ. അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. യേശു അവിടെ മരിച്ചിട്ടില്ല, അത് ഉറപ്പാണ്, സമ്മതിച്ചു. അതായത് ഇതിനകത്ത് വേറെ രസമുണ്ട്. ഈ ഒരു മറിയം മറ്റേ മറിയവും ഒരാൾ ചെല്ലുമ്പം നേരം വെളുക്കുന്നതിന് മുമ്പേ, സൂര്യപ്രകാശം ഉണ്ടാകുന്നതിന് മുമ്പേ, അടുത്ത ആൾ ചെയ്യുന്നത് സൂര്യപ്രകാശം ഉള്ള സമയത്ത്. ഒരാൾ മൂന്നാമത്തെ രണ്ട് കഥയാണെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. രണ്ട് കഥ. ഒന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ, ഒന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ്. ഇങ്ങനെ തന്നെയാണ് കഥ പോകുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് തന്നെ ബോധ്യമില്ല കാര്യങ്ങൾ. ശിഷ്യന്മാർ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അമ്മാർ തലയിലടിച്ച് ചെയ്യിപ്പിച്ചിരിക്കുക ഈ കഥകൾ മൊത്തവും. അമ്മമാർക്ക് പോലും അറിയത്തില്ല ഞാനാണോ ഈ കഥ എഴുതിയെന്ന്. ഒരു എബ്രഹാം ശിഷ്യന്മാർക്ക് വരുന്നുണ്ട്, പോലും അറിയാത്ത നോക്കട്ടെ. കാര്യം അബ്രഹാം വരുന്നുണ്ട്. നമ്മൾ ഈ 21 നൂറ്റാണ്ടിൽ തെളിയിക്കണം. ശിഷ്യന്മാർക്ക് പോലും അറിയാത്ത കാര്യം. എന്നിട്ട് നമുക്ക് സത്യം മനസ്സിലാവുന്നു. ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായില്ല. അതാണ് അല്ല, അത്ഭുതം. അബ്രഹാത്തിന് ചിലപ്പോ അറിയണ്ടാവും. അബ്രഹാം എല്ലാം അറിയുന്ന പിതാവാണല്ലോ, പൂർവ്വ പിതാവ്. അബ്രഹാം നമസ്തേ പറയും. അല്ല റാണി, ആ പ്രയോഗം ഞാൻ യോജിക്കുന്നില്ല. പൂർവ്വപിതാവ് എന്നുള്ള ഇതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് എൻ്റെ പേരിനെ കണക്ട് ചെയ്യണ്ട. ഇത് നാണക്കേടാണോ? നാണക്കേടാണോ? അല്ല, നാണക്കേടല്ല. അല്ല, രണ്ട് ആൾക്കാരാണല്ലോ. അല്ലല്ല, രണ്ടാൾക്കാരാണ്. അതാണ്. ഒന്ന് എൻ്റെ പേരാണ്. ഇപ്പം എൻ്റെ പേര് എബ്രഹാം എന്നാണ്. അതിൻ്റെ ഉച്ചാരണത്തിൽ തന്നെ എ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൂർവ്വപിതാവ് എന്ന് പറയുന്നത് അത് രണ്ട് വ്യക്തികളാണല്ലോ. എത്രയോ ബൈബിളിൽ പറയുന്ന രണ്ട് വ്യക്തികൾ. അപ്പൊ അത് സിമിലർ ആയിട്ട് കണക്ട് ചെയ്യണ്ട. താങ്കളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു, പറഞ്ഞോളൂ. അതന്നെ. അപ്പൊ ഇപ്പൊ റാണി എന്ന പേര് പലവരിലും ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഒരേ തരത്തില് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കണക്ട് ചെയ്തില്ല. താങ്കളൊക്കെ അബ്രഹാത്തിൽ നിന്നും എത്രയോ മികച്ചൊരു വ്യക്തിയാണ്. താങ്കളുടെ മറ്റേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ്, സ്വന്തം സഹോദരിയെ പ്രാപിച്ചവനാണ്. അതൊന്നും ഞാൻ താങ്കൾക്ക് തരുന്നില്ല. ഓക്കെ, താങ്കളും അയാളും വളരെ, താങ്കൾ ഏറ്റവും മാന്യൻ. ഓക്കെ, പറയും. അല്ല, അബ്രഹാം ചെവിയാണോ? അല്ല, മാന്യത അതൊന്നല്ല ഇവിടെ വിഷയം. എൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാന്യനാണോ മാന്യനല്ലേ എന്നുള്ള ഒരു ക്ലെയിമും ഞാൻ വെക്കുന്നില്ല. ഞാനിവിടെ ഹാൻഡ് റൈസ് ചെയ്തതിൻ്റെ കാരണം, നിങ്ങളിപ്പോൾ മറ്റേ ഈ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദം ഉന്നയിക്കുന്നത് കണ്ടു. അതിന് ക്ലെയിമായിട്ട് വെക്കുന്നതായിട്ട് നിങ്ങൾ ഒരു പരാമർശം നടത്തിയത് കണ്ടത്. അത് എനിക്കാണോ അതോ ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഈ കുന്തം കൊണ്ട് കുത്തിയ സമയത്ത് ഒരു തിരുത്തലുണ്ട്. അബ്രഹാം യേശു കുരിശിൽ മരിച്ചിട്ടില്ല എന്നുള്ളതല്ല, അതിന്റെ ഒരു ചർച്ചയാണ്. എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഓരോരോ വസ്തുതകളാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പറയും. അല്ലെങ്കിൽ മരിച്ചിട്ടില്ല എന്നുള്ള വാദം തന്നെ എടുത്തോ, കുഴപ്പമില്ല, ചോദിച്ചോ. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, ഞാൻ വാദം ഉന്നയിക്കുകയല്ല. അതായത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറയാം. ബൈബിളിൽ മരിച്ചു എന്നുള്ള പ്രയോഗങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതിന് അവർ പറയുന്നത് മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശതാധിപനോ ആരോ കുന്തം വെച്ചിട്ട് കുത്തുന്നുണ്ട്. അപ്പം കുന്തം വെച്ച് കുത്തുമ്പം അതിൽ നിന്ന് വെള്ളവും എന്തോ ലിക്വിഡ് പുറത്തേക്ക് വന്നു. രക്തവും ഓക്കെ, ആ രക്തവും വാർന്നുകൊണ്ടിരുന്നിട്ടില്ല. അതായത് ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല എന്നുള്ളൊരു നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഹാർട്ട് ബീറ്റിംഗ് അപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റിംഗ് അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രക്തം വാർന്നൊഴുകുന്നത് അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒഴുകിക്കൊണ്ട് ആ രക്തം പമ്പിങ് നടക്കുന്നില്ല. അപ്പൊ ആ പമ്പിങ്ങിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഒഴുക്ക് അവിടെ ഉണ്ടാവും. അബ്രഹാം ആ മുറിവിന്റെ ആഴത്തിന്റെ ആ ഒരു കണക്കെടുത്ത് പറഞ്ഞേ. എത്ര മുറിഞ്ഞു? എവിടെ വരെ മുറിഞ്ഞു? എത്ര ചോര വരാം? അല്ല, വയറ്റിന്റെ സൈഡിൽ കത്തി കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ എങ്ങനെ മരിക്കും? എവിടെ വരെ ആ മുറി പോവാം? ആമാശയത്തിലേക്കാണോ? ഹേർട്ടിന്റെ ഒക്കെ താഴെയാണ് കിഡ്നി, ഹാർട്ട്. അല്ല, അതിനേക്കാള് പ്രധാനമായിട്ടുള്ളത് ഷാജി ചോദിച്ചു കഴിഞ്ഞു. എത്ര മുറിവ് ആഴത്തിലുള്ളതാണെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിപ്പോ ഇനി പിന്നെ നമ്മുടെ വയറിന്റെ നടുക്ക് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അവിടെ തന്നെ ആയിക്കോട്ടെ, പക്ഷെ കുത്തുന്നതിന്റെ ആഴം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറുതായിട്ട് നമ്മൾ പോറലേറ്റാലും രക്തവും വെള്ളവും അവിടെ നിന്ന് ചീറ്റും.
ഇല്ലേ? നമുക്ക് തന്നെ അറിയാം ചെറിയൊരു വെട്ട് നമ്മുടെ കൈകളിലെങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ ചോരയുടെ ഒരു അസാമാന്യമായിട്ടുള്ള ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അല്ല അവിടെ വെള്ളം ഉണ്ടാവില്ല, ഏതെങ്കിലും ആമാശയം. ചെറിയ വെട്ട് മതിയാവും. അല്ല റാണി, വെള്ളം ചീറ്റണമെങ്കിൽ ആമാശയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളായിരിക്കണം. ഏയ് അതായത് നമ്മുടെ അങ്ങനെയൊന്നുമില്ല ശരീര അങ്ങനെയൊന്നുമില്ല. വെള്ളം സാധാരണ വെള്ളം മറ്റ് ഇല്ലില്ല ശരീര ഇല്ലില്ല ഭാഗങ്ങളിലുണ്ടല്ലോ. നമ്മള് ഇവിടെ പറയാം അല്ലല്ല ഇതാ നമ്മളുടെ കൈ വെട്ടിയാൽ പോലും റാണിജി അങ്ങനെ വെള്ളം വരുന്നത് നമ്മൾ കാണുന്നില്ലേ? റാണിജി ചോരയുടെ റാണിജി കഥയിൽ പറഞ്ഞു. കുറച്ച് സഞ്ചരിക്കാം. യേശുവിനെ ചാട്ടവയറിനൊക്കെ അടിച്ചപ്പോ ശരിക്കും രക്തം ശരീരത്തിൽ നിന്ന് അങ്ങ് പോയി. അപ്പൊ രക്തം കുറവാണ് ഉള്ളത്. അപ്പൊ ശകലമേ വന്നുള്ളൂ. ശരി, ബാക്കി അവിടെ പറ. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവിടെ ജീവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ശതാധിപൻ നോക്കുന്ന തന്നെ ഈ ഒരു കുന്തം വെച്ച് കുത്തുന്ന തന്നെ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് കുത്തി കഴിഞ്ഞ് അത് ഉറപ്പിച്ചു, ജീവൻ പോയി എന്ന് ഉറപ്പിക്കാനുള്ള അവർക്കൊരു കാരണമുണ്ടല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതെന്തായിരിക്കും? അല്ല അതിന് ഞാനൊന്ന് മറുപടി പറയട്ടെ. അല്ല അതിനൊരു മറുപടി ഉണ്ട്. ഒരു ക്രൂസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ റോമൻ പടയാളികളെ കൊല്ലുന്ന മൃഗീയമായിട്ട് ഒറ്റയടിക്ക് ഹാങ് ഡെത്ത് അല്ല. അങ്ങനെ പോലെ ക്രൂസിഫിക്കേഷൻ അതല്ല അല്ല, അങ്ങനെ ചോദിക്കുന്നത് ദിവസങ്ങളോളം എടുത്ത് കൊല്ലപ്പെടാൻ വേണ്ടിയാണ്. ഇവിടെ ക്ലോസ് ആണ്. ദിവസങ്ങളോളം. ഹലോ 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 ഇവിടെ യേശു 3 മണി നേരം മുതൽ 6 മണി നേരം വരെ കടന്നിട്ടുള്ളൂ. കഥ അങ്ങനെ പോരുത്. നമുക്ക് ആ ഒരു മുറിവ് തന്നെ എടുക്കാം. അതായത് ഒരു വ്യക്തിയെ കുരിശിൽ തറയ്ക്കുകയോ തൂക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ബോധം പോകുന്ന വല്ലതും അറിയാവോ അബ്രഹാമേ? അത് ആ വ്യക്തിയുടെ ഏത് സ്റ്റേറ്റിലാണ് കുരിശിൽ തറച്ചത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുരിശിൽ തറയ്ക്കുന്നതിന് അങ്ങനെ ഓരോരുത്തർ ആംബിയർ അനുസരിച്ച് ബോധം പോകുന്ന കണക്കൊന്നുമില്ല, അറിയാവോ? ഈ കൈകളിലൂടെ ബലം വരുമ്പോൾ വാരിയല് വരിഞ്ഞ് അവന്റെ ശ്വാസകോശം അവിടെ ഞെരുങ്ങി എത്ര സമയം കൊണ്ട് അവന് ബോധം പോകുന്ന അറിയാലോ. അങ്ങനെ വല്ല ബോധ്യമുണ്ടോ? അങ്ങനെ വല്ല അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ സംഭവം എന്തോന്ന്? നമസ്കാരം. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവര് ഈ ക്രിസ്ത്യാനികൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ട് പാടാറ്. ആ പാട്ടിന് വല്ല അർത്ഥവുമുണ്ടോ എന്ന് റാണി പറയണം. ഞാനൊരു പാട്ട് ഇവിടെ അവതരിക്കാം, അതിന് നിങ്ങൾ പറയണം. എന്തുവാണ് ഇതിന്റെ അല്ല ഇടയ്ക്ക് ബ്ലാക്ക് അല്ല നമ്മൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇത് സൈഡാക്കിയിട്ട് ബ്ലാക്കിന്റെ ഓക്കെ. ഓക്കെ ശരി. ഷാജി ചോദിച്ച ചോദ്യത്തിന് അബ്രഹാം പറയും. അതായത് ഞാൻ നേരിട്ട് ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന നിങ്ങളൊക്കെ ഇത് അനുഭവിച്ച് ഡിസ്കസ് ചെയ്യണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളുടെ ഒരു ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മളെ ബയോളജിയും ഇതിൻ്റെയൊക്കെ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചതിൻ്റെ, ബൈബിൾ മാത്രമല്ല മറ്റ് പല ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടും പീഡനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഇപ്പോൾ കുരിശ് യേശുക്രിസ്തുവിൻ്റെ കേസിൽ അദ്ദേഹം ഏത് സ്റ്റേറ്റിലാണോ കുരിശിൽ കയറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് മാത്രമല്ല ഈ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യങ്ങളും സംസാരിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം ജീവൻ അവിടെ കിടക്കുന്ന സമയത്ത്, കുരിശിൽ തൂങ്ങുന്ന സമയത്ത് ജീവനുണ്ട്. പല കാര്യങ്ങളുണ്ട്. എന്നെ രക്ഷിക്കണമേ, ആ വേദന സഹിച്ചുകൊണ്ട് ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിവാക്കണമേ, എന്നെ രക്ഷിക്കണമേ, വേറൊന്നും സംസാരിച്ചിട്ടില്ല. എന്താ സംസാരിച്ചത്? എനിക്ക് ഒന്ന് പറയട്ടെ, അവിടെ നമുക്കൊന്ന് കൃത്യമാക്കാം. അപ്പം ജീവനോടെയാണ് കുരിശിൽ തറച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അത് കാലടിക്കാൻ വേണ്ടി ഒടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സന്ദർഭം എനിക്ക് അറിയാം. അത് ഈ അവസാന സന്ദർഭത്തിൽ ഇതിനെ എല്ലാവരെയും 6 മണിക്ക് മുന്നേ അടക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറക്കാൻ വേണ്ടിയിട്ട്, മരിച്ചെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമായിട്ട് നടത്തുന്ന ഒടിക്കൽ ചടങ്ങുണ്ട് എന്നാണ് കേട്ടത്. അപ്പം കള്ളന്മാരുടെ കേസിൽ അത് ചെയ്തെങ്കിലും യേശുക്രിസ്തുവിന്റെ കേസിൽ അത് ചെയ്തില്ല. മരിച്ചോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. സാബത്ത് നാളായതുകൊണ്ട് എനിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട സമയം ഇനി എത്ര സമയം അവിടെ കിടന്നു എന്നുള്ളത്, ഏത് 6 മണിയായി പറയുന്നത്? യേശുവിന്റെ കാലിന്റെ എല്ലൊടിക്കാൻ വന്ന സമയം, അല്ലെങ്കിൽ കള്ളന്മാരുടെ എല്ലൊടിക്കാൻ വന്ന സമയം, ഏത് സമയത്തെ കാര്യമാണ് പറയുന്നത്? യേശു എത്ര നേരം കുരിശിൽ കിടന്നു? ഏത് സമയത്താണ് കുരിശിൽ കയറിയത്? രാവിലത്തെ 9 മണിയാണോ 6 മണിയാണോ, ഏത് മണിയാ? അതോടെ പറ. അല്ല, അതല്ല എൻ്റെ പോയിന്റ്, അതല്ല റേഡിയം. അതായത്
ആ മരണത്തെ എത്ര നേരം കിടന്നോ അതിനെക്കുറിച്ച് ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല. അതല്ല ഇവിടെ എൻ്റെ ഫോക്കൽ പോയിന്റ് അവിടെയല്ല. ആർഗ്യൂ നമ്മൾ ചെയ്തേ മരിച്ചോ പറ്റൂ. ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്ന ആർഗ്യൂ ഇൻസ്റ്റന്റ്. ചെയ്തേ പറ്റൂ. യു ഷുഡ് ആർഗ്യൂ ആർഗ്യൂ, ചെയ്തേ യു പറ്റൂ. ഷുഡ് ആർഗ്യൂ. കാരണം ദിസ് ഒരു ഈസ് ദ മിനിറ്റ് മെയിൻ ഒരു മിനിറ്റ് പോയിന്റ്. ഞാൻ എൻ്റെ എന്ന് പോയിന്റ് ഞാൻ പറയട്ടെ. പറയുമ്പോൾ ഇറിഡി ഒരു നിങ്ങൾ മിനിറ്റ് മരിച്ചു എൻ്റെ എന്ന് പോയിന്റ് വാദിക്കാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പറയാം. വന്നതാണെങ്കിൽ ഇത് അ- പറഞ്ഞേ പറ്റത്തുള്ളൂ. നമുക്കറിയണം. അതായത് എൻ്റെ പോയിന്റ് അതല്ല എൻ്റെ ആദ്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ എന്തായാലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ കയറി വന്ന് നിങ്ങളോട് മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച പോയിന്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഞാനിത് എൻ്റെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ചോദ്യത്തിനുള്ള കാഴ്ചപ്പാട് ഞാൻ പറയാം. അതായത് ഒരു ആള് മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്ന ആ മൊമെന്റിൽ, ആ മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച മൊമെന്റിന് ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ആ മൊമെന്റിൽ ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്തിട്ട് നോക്കുകയാണ് ആ വ്യക്തി മരിച്ചോ ഇല്ലയോ എന്നുള്ളത്. ആ ആക്ടിവിറ്റി ചെയ്ത് നോക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത്, ഈ വ്യക്തി മരിച്ചു എന്ന് കൺക്ലൂഡ് ചെയ്തത് ആരാണ്? പിലാത്തോസ് ആണ്, അന്നത്തെ ഇവിടെ റോമൻ പടയാളികൾ. ആരും അല്ല അല്ല ചെയ്തിട്ടില്ല. അല്ല അല്ലല്ല പീലാത്തോസ് അല്ലല്ല ചോദിക്കുന്നു, അല്ല ഇതിനും അത് പിന്നെ പീലാത്തോസിനോട് ശതാധിപനാണ്. മരിച്ചു ശതാധിപൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും സമയം കൊണ്ട് മരിച്ചോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അതായത് ഇത്രയും സമയം കൊണ്ട് മരിക്കത്തില്ലെന്ന് അവിടെ അറിയാൻ അതെ, ചെയ്യാം. ശതാധിപനാണ് അത്. ഇവിടെ ആരും അങ്ങനെയില്ല. അല്ല ഷാജി, ഒരൊറ്റ ഇവിടെ പോയിന്റ് കൂടെ. അത് ശതാധിപന്റെ അടുത്താണ് പീലാത്തോസിന്റെ അടുത്ത് വന്ന് പറയുന്നത് ശതാധിപനാണ്. ശതാധിപൻ എന്ന് പറയുന്നത് ഈ യേശുവിന്റെ ശിഷ്യനാണ് എന്നുള്ളത് കൂടെ ഓർക്കണം. ശതാധിപന്റെ ഭൃത്യനെയൊക്കെ ഈ യേശു അസുഖമൊക്കെ ഭേദാക്കി ശതാധിപനെ സൈഡാക്കി വെക്കുന്നുണ്ട്. അതായത് യേശുവിന്റെ ശിഷ്യനാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പം അവിടെ ഉണ്ടായിരുന്ന ശതാധിപനാണ് വന്ന് പിന്നെ പീലാത്തോസിനോട് പറയണത് ഇങ്ങനെ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് ഒരു കൺഫർമേഷൻ ചോദിക്കുന്നത് ശതാധിപന്റെ അടുത്താണ് പീലാത്തോസ്. അവരാണ് പറയുന്നത്. അപ്പം ഈ കാര്യം കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പീലാത്തോസിന് അറിയാം ഈ സമയം കൊണ്ട് മരിക്കില്ല എന്ന് വ്യക്തമായി അറിയാം. അതിനാണ് ചോദിച്ചത്, അതെ, മരിച്ചുവോ മരിച്ചുവോ എന്ന് എന്നുള്ള ചോദിക്കുന്നത്. ചോദ്യം വളരെ അപ്പോ പ്രസക്തമാണ്. അതാണ് ചോദിക്കുന്നത്, ഇത് എത്രാമത്തെ മണിക്കൂറിലാണ്? അതായത് രാവിലെ പുലർച്ചെ 6 മണിക്കാണെങ്കിൽ 6 മണി നേരം, ഓക്കെ, ഇന്നത്തെ മണി 6 തന്നെ എടുക്കാം, 9 മണി നേരം വരെ, 6 3 9, 3 മണിക്കൂർ. ഈ സമയം കൊണ്ട് മരിച്ചോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്നത് വൈകുന്നേരം 6 മണിക്ക് വന്ന് കാലിൽ തട്ടി നോക്കുക, കാലിൽ എല്ലൊടിച്ച് നോക്കുക, കുന്തം വെച്ച് കുത്തി നോക്കുക എന്ന് പറയുന്നത്. അത് ഏത് യേശുവിന്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ 9 മണിയായപ്പോഴത്തേന് ഈ യേശുവിനെ കുരിശിൽ നിറക്കി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ലേപനങ്ങളൊക്കെ പുരട്ടി ഒരു കേവിൽ കൊണ്ടുപോയി കടത്ത് അദ്ദേഹത്തിന് ശുശ്രൂഷ കിട്ടി. 3 നാൾ ആളെ നോക്കുമ്പോ കണ്ടില്ല. ഇവർ വിചാരിച്ചു ആകാശത്തേക്കോ ഇസ്രായേലിലേക്കോ പോയി എന്ന്. കണ്ട ആളുകളൊന്നുമില്ല. പിന്നീട് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രേതം എന്ന് കടന്നോടിയ ആളോട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഇല്ല, പ്രത്യക്ഷപ്പെടുന്നു. അതിൽ ബെസ്റ്റ് സാധനം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇവനെ ഒളിപ്പിച്ചു വെച്ചു, അല്ലെ എടുത്തോണ്ട് പോയി എന്ന് നമ്മൾ കള്ളം പറയും എന്നും പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരവിടെ പറയുന്നുണ്ട്. അതായത് ഇവനെ കാണുന്നില്ല, എവിടെ പോയി എന്നറിയാൻ വേണ്ടി നമ്മൾ കള്ളം പറയുന്നില്ല എന്ന് അവരോട് പറയണം എന്ന് പറയുന്നുണ്ട്. അതായത് വലിയൊരു കള്ളമാണ് പറയുന്നത്. നമ്മൾ മോഷ്ടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ ആളിനെ കൊണ്ടുവച്ചിട്ട് മോഷ്ടിച്ചോണ്ട് പോയെന്ന് നമുക്കെതിരെ വരാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയെന്ന് അവരോട് പറയണം, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന്. അല്ല റാണി, ഈ റേഡിയത്തിനോട് റാണിനോടാണ് ചോദിക്കുന്നത്. അതായത് ഈ ശതാധിപൻ എന്ന് പറയുന്നത്, ശതാധിപനോട് പീലാത്തോസ് ശതാധിപനെ ഏൽപ്പിച്ചു. അപ്പൊ ഈ കുന്തം കൊണ്ട് കുത്തിയത് ഇതേ ശതാധിപൻ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും? ശതാധിപൻ ഒരാളോട് അത് ഒന്ന് പറയണില്ല, കുന്തം കൊണ്ട് പടയാളികളാണ് കുന്തം കൊണ്ട് കുത്തിയത്. പടയാളികളാണ് കുന്തം കൊണ്ട് കുത്തിയത്. ഓക്കെ, അപ്പൊ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി, അതിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് ഈ ശതാധിപനാണ് കൺക്ലൂഡ് ചെയ്തതെന്നാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് അല്ലേ? അത് അങ്ങനെ തന്നെയാണ് ബൈബിളിലുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അല്ല, അത് ശതാധിപൻ കൺക്ലൂഡ് ചെയ്തു യേശുവിന്റെ പറയാൻ തന്നെ പറ്റില്ല. അത് അല്ല, രണ്ട് അവിടെ വേറെ വിഷയം കൂടിയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അവിടെ വേറെ വിഷയം കൂടിയുണ്ട്. പിന്നെ അല്ല, പുസ്തകങ്ങളാണ് റാണി, ഇത് പറയുന്നത്. എനിക്ക് ഒരു മിനിറ്റ് വേറെ ഞാൻ വിഷയം, ഗൗരവമായ വിഷയമുണ്ട്. അല്ല, എനിക്ക് ഒരു മിനിറ്റ് കാലിൽ അടിച്ചില്ല. കള്ളന്മാരുടെ കാലിൽ അല്ല, അടിച്ചു, എനിക്ക് ഒരു മിനിറ്റ്. കാലാടുന്നു. അതിന് പോയിന്റ് ഉണ്ട് അവിടെ, അതായത് ഈ കാലിൽ അടിക്കണ്ട എന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി മരിച്ച ഒരാളുടെ കാലിൽ പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല എന്ന കാരണം കൊണ്ടാണ് കാലിൽ അടിക്കാത്തത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മരിച്ചു എന്ന് ഉറപ്പിച്ചത് ആരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? മരിച്ചു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇപ്പൊ ഒരാൾക്ക് അഭിനയിച്ച് കിടക്കാം. അന്നത്തെ സാഹചര്യം 2000 വർഷങ്ങൾക്ക് പിറകിലാണ് നമ്മൾ സംസാരിക്കുന്നത് കൂടെ ഓർക്കണം. ഇപ്പൊ തന്നെ മരിച്ച ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് അറിയാലോ. അന്ന് പിന്നെ മെഡിക്കൽ സയൻസ് ഇത്രത്തോളം വളർന്നോ?
അവിടെ ഓക്കെ മരിച്ചു എന്ന് ഷാജി പറഞ്ഞു. നമുക്ക് സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ബോധം പോകും. അതായത് മരണതുല്യമായി അത് മരണത്തെ പോലെ തോന്നിക്കുന്ന രീതിയിൽ ബോധം പോകും. അപ്പോൾ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് മരിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റീഡിയത്തിൻ്റെയും റാണിയുടെയും ഇത് പ്രകാരം നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അതായത് ഈ ആ സമയത്ത് ശതാധിപനാണെങ്കിൽ ആരാണ് കൺക്ലൂഡ് ചെയ്തത് അവരെ സംബന്ധിച്ച് മരണത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അവരെ ആ കൺക്ലൂഡ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ മരണ ലക്ഷണങ്ങളും അവിടെ പ്രകടിപ്പിക്കപ്പെട്ടു എന്നാണ് നിങ്ങളുടെ പറച്ചിൽ നിന്ന് ഇതായിട്ടുള്ള അവരുടെ ലിമിറ്റേഷൻ ഉണ്ടാവാം. കാരണം ഇത് ചിലപ്പോൾ ഇൻറ്റേർണലി നമ്മളിപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരമുള്ള പരിശോധനകളൊന്നും നടത്താനുള്ള ഒരു ശേഷിയുള്ള വ്യക്തി ആവണം എന്നില്ല. അത് നിങ്ങളുടെ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്തായാലും ആ വ്യക്തിയെ സംബന്ധിച്ച്, ആ കൺക്ലൂഡ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മരണം ഉറപ്പാണ് അല്ലേ? അല്ല, പറയുന്നില്ല. ഓ, അപ്പം ഈ കാലടിക്കണ്ട എന്ന് പറഞ്ഞത് കാലിനെ അടിക്കണ്ട എന്ന് പറയുന്നത് ഈ ഉറപ്പില്ലാതെയാണോ? അരിമത്തിക്കാരൻ ജോസഫ് അവിടെയുണ്ട്. അവന്റെ ശവം എടുക്കാൻ, അതായത് ഒരുപാട് പേരെടുത്ത് കാല് പിടിച്ചുകൊണ്ടാണ്, അതായത് ആർഗ്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് അവന്റെ ശവം എത്രയും പെട്ടെന്ന്, ശവം എന്നല്ല അവന്റെ ശരീരം എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഇറക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചെയ്യുകയും ചെയ്തു. അവൻ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടാണ് അത്രയ്ക്കും ധൃതിക്ക് അവൻ കാര്യങ്ങൾ ചെയ്തത്. മരിച്ചു എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അത്രയും ധൃതി കാണിക്കില്ലായിരുന്നു എന്ന് വ്യക്തമായി അവിടെ എഴുതിയേനെ. അല്ല, ആ ധൃതിന്റെ കാര്യം ശബത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ശബത്തിൽ ശവസംസ്കാരം നടത്താൻ പറ്റില്ല. അപ്പം അവിടെ ശവം കിട്ടാൻ വൈകി കഴിഞ്ഞാൽ കള്ളന്മാർക്ക് അത് ബാധകമല്ലയോ? രണ്ട് കള്ളന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ബാധകമല്ലേ? യേശുവിന് മാത്രമേ അത് ബാധകമുള്ളൂ. അല്ല, അത് കള്ളന്മാരുടെ മാത്രമല്ല, ശവസംസ്കാരം ശവമായി ആരും കഴിഞ്ഞാൽ നടത്തുന്നില്ല. മാത്രമാണ് കള്ളന്മാരുടെ അബ്രഹാം, ശവം ആരും അല്ലല്ല എടുത്തിട്ട് കൊണ്ടുപോയി അബ്രഹാം, ശവസംസ്കാരം നടത്തുന്നില്ല. അല്ല യേശുവിന്റെ കാര്യത്തിൽ ആര് ശവസംസ്കാരം പറഞ്ഞില്ല? നടത്തണമെന്ന് കള്ളന്മാരെ സംസ്കരിച്ചു. അല്ല അബ്രഹാമേ, ആര് പറഞ്ഞു വേറൊരു നടത്തുന്നില്ലെന്ന്? കാര്യമുണ്ട്. അല്ലല്ല, അല്ല, ആരാ ചത്തു കള്ളന്മാരെ കഴിഞ്ഞാൽ സംസ്കാരം നടത്തിയില്ലെന്ന് മാത്രമാണ്. പറഞ്ഞ്? ആ റോമൻ അല്ല, പടയാളികൾ എനിക്ക് ചെയ്തു. അവരെ ഏറ്റെടുക്കാൻ ആളുണ്ടായിരുന്നില്ല. ആ യൂഷ്വലായിട്ട് അല്ല ആ അല്ല, മരുത്വമലയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അവിടെ. 2 കുഴി അല്ല, കുത്തി വേറൊരു അവരെ കാര്യം കൂടി സംസ്കരിച്ചു. പ്രസക്തമായിട്ടുള്ള ഒരു ഇയാൾ ഇല്ല കാര്യം. പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഒറ്റ പിന്നെ അവരുടെ സെക്കൻഡ്, ബോഡി ഒറ്റ എവിടെ പോയി? സെക്കൻഡ്. അല്ല, ഒറ്റ സെക്കൻഡ്. അവിടെ മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇറക്കേണ്ടിയിരുന്നത്. അതായത് സാപത്ത് നാളാണെങ്കിൽ കൂടിയും മരിച്ചവരുടെ ശവശരീരമാണ് തൂങ്ങി നിൽക്കാൻ പാടില്ലാത്തത്. ഒരു മരിക്കാത്തവന്റെ ശവശരീരം അവിടെ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശവശരീരം തൂങ്ങിക്കിടക്കാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ റാണി, ആ മരിച്ചു എന്നത് ഈ പടയാളികളോ ശതാധിപനോ ഉറപ്പിച്ചല്ലോ. അപ്പൊ റാണി പറഞ്ഞു ആ ശതാധിപൻ ഇത് യേശുവിന്റെ ഉറപ്പിച്ചു ശിഷ്യനായിരുന്നു. എന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ശതാധിപൻ എന്തോ അത് കേട്ടില്ല. ഉറപ്പിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ 2 കാര്യം നമ്മളിവിടെ പറഞ്ഞു. നേരത്തെ ഷാജി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതായത് ശതാധിപൻ വന്നിട്ട് ശതാധിപനോടാണ് ചോദിക്കുന്നത്. ശതാധിപൻ ആരാണ്? യേശുവിന്റെ ഒരു ശിഷ്യനാണ്. ഓക്കെ, ശതാധിപനോടാണ് പിന്നെ പീലാത്തോസ് ചോദിക്കുന്നത്, ഇത്ര പെട്ടെന്ന് മരിച്ചോ എന്നുള്ള സംശയം അവിടെ ചോദിക്കുന്നത്. അപ്പം പീലാത്തോസ് എന്ന് പറയുന്ന വ്യക്തി നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അവനെ അറിയാം ഇത്ര പെട്ടെന്ന് ഒരു വ്യക്തി മരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതറിയാം എന്നുള്ളതാണ് നമ്മളിവിടെ വെക്കുന്ന പോയിന്റ്. അപ്പൊ ആ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് താങ്കൾ സംസാരിക്കേണ്ടത്. ഇപ്പൊ നമ്മൾക്ക് എന്ത് വിശ്വസിക്കാം? താങ്കൾ പറഞ്ഞിരിക്കുന്നത് നിരന്തരം 2000 വർഷക്കാലം യേശുവിനെ കുരിശിലടിച്ച് കൊന്നു എന്നുള്ളതല്ലേ എല്ലാ ദത്തുമക്കളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. താങ്കളടക്കമുള്ള ദത്തുമക്കൾ അങ്ങനെ തന്നെയാണ് വിളിച്ചു വെച്ചിരിക്കുന്നത്. സോറി, മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോ എടുത്ത് തുറന്നു നോക്കുന്നത്. അതന്നെ, അത് തുറന്നു നോക്കേണ്ട ഒരു ഇഷ്യൂ. നമുക്കൊരു ഡൗട്ട് വരുമ്പോഴാണല്ലോ നമ്മളിത് ചെകഞ്ഞു നോക്കുക. അപ്പം നമുക്ക് ചെകയാനുള്ള ആ കൂടുതൽ ഡോക്യുമെന്റ് ബൈബിളുമാണ്. അപ്പോൾ ആ ബൈബിളിന്റെ ഇതിൽ ശതാധിപൻ യേശുവിന്റെ ശിഷ്യനായിരുന്നു എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഭാഗമുണ്ടോ? ഉണ്ട്. ശതാധിപന്റെ ഭൃത്യനെ സുഖാക്കുന്ന ഭേദാക്കുന്ന എത്രയോ റെഫറൻസ് കിടപ്പുണ്ട്. ശതാധിപന്റെ അതായത് ശതാധിപനാണ് സിനഗോഗ് പണിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൈസ കൊടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് യേശുവിനോട് റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ട്. നീ അവന്റെ ഭൃത്യനെ ഭേദമാക്കി കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം യേശു ഒരിക്കലും വിജാതീയനെ സഹായിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ യേശുവിന്റെ അടുത്തേക്ക് റെക്കമെൻഡേഷനുമായിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ യഹൂദന്മാർ വരുന്നുണ്ട്. നീ അവന് ഭേദമാക്കി കൊടുക്കണമെന്ന്. കാരണം അവൻ നമുക്ക് ഒരു
ഞങ്ങൾക്ക് പണിയിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭേദമാക്കി കൊടുക്കാൻ അവന് അവൻ തീർച്ചയായും യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഈ ഇസ്രായേലിൽ മൊത്തം ഞാൻ ഇങ്ങനെയുള്ള ഒരു വിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അവനെ വിശ്വാസിയാക്കുന്ന അല്ലെങ്കിൽ അനുഗമിപ്പിക്കുന്ന ശിഷ്യനാക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. അല്ല, ഈ ശതാധിപൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആൾക്കാരുടെ അധിപനാണല്ലോ. അപ്പം ഒരു ശതാധിപനല്ല 2-3 ശതാധിപന്മാരുണ്ടല്ലോ, ഒരു സ്ഥാനപ്പേരല്ലേ. അപ്പൊ ഈ സെയിം വ്യക്തി തന്നെയാണ്, ഈ പറയുന്ന സെയിം വ്യക്തി തന്നെയാണ് ഈ ശതാധിപൻ എന്ന് അല്ല എന്ന് നിങ്ങൾ പേര് അല്ല വെച്ചിട്ട്. എന്ന് തെളിയിക്കുക. എന്നാ പിന്നെ പറയൂ, ഏതാണ് ശതാധിപൻ? ഏത് ശതാധിപനാണെന്ന് അതെ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതെ പറയൂ. ശതാധിപൻ എന്ന് കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ശതാധിപൻ റാണിജി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് റെഫറൻസ് എനിക്ക് തരാൻ സാധിക്കും. താങ്കൾക്ക് അങ്ങനെ കഥയില് ആ ശതാധിപനല്ല ഈ ശതാധിപൻ എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന വെക്കുക. ഓക്കെ, ഷാജി പറയും. കഥയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതല്ല, നമുക്ക് പോയിന്റ് ആണല്ലോ പോകേണ്ടത്. നിങ്ങൾ ഈ മരിച്ചിട്ടില്ല അല്ലെ മരിച്ചു എന്നത് ഉറപ്പിക്കാനാണെങ്കിൽ അത് കൃത്യമായി അതിന്റെ പോയിന്റിൽ പോകുക. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കി തരാം. നമ്മൾ അങ്ങനെ അല്ലല്ല, വിഷയത്തേ അല്ല, ഉള്ളൂ. ഈ യേശു ഞാൻ മരിച്ചു എന്ന് മരിച്ചിട്ടില്ല. യേശു പിന്നീട് വന്ന് ഞാൻ എനിക്ക് മരിച്ചിട്ടില്ല. എനിക്ക് ഒരു മിനിറ്റ്, പ്രേതം എനിക്ക് ഞാൻ പ്രേതം അല്ല 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 അത് ഈ വിഷയമൊക്കെ വിടൂ. പ്രേതം എന്ന് അദ്ദേഹത്തെ ക്രൂസിഫിക്കേഷന് ശേഷം കണ്ട അനുയായി പ്രേതം എന്ന് പറഞ്ഞു ഓടിയതായിട്ട് മത്തായിലും ലൂക്കോയിലും ഉണ്ട്. അപ്പൊ ഞാൻ പ്രേതമല്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. ഞങ്ങൾക്കല്ല ഉത്തരവാദിത്തം, യേശു ആ ഉത്തരവാദിത്തം തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ മുറിയിൽ വിരൽ കടത്തിക്കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് ഞാൻ പ്രേതമല്ല, ബ്രെഡും ബട്ടറും കഴിച്ചു എന്ന് ബൈബിളിലുണ്ട്. അതെന്താണ് താങ്കൾ തൊടാത്തെ? എനിക്ക് ആദ്യം മരിച്ചു എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിക്കണ്ടേ? അതാണ് ഞാൻ മരിച്ചു എന്ന് ഉറപ്പിച്ചത് പടയാളികളാണ്, അല്ലെങ്കിൽ ആ റോമൻസ് പടയാളികളും അല്ലെങ്കിൽ ശതാധിപനോ അല്ലെങ്കിൽ ഇവര് മരിച്ചിട്ട് ഒരിക്കലുമല്ല അവൻ കൈമാറുക ചെയ്തത് എന്നാണ് എന്റെ ഒരിക്കലുമല്ല. അണ്ടർസ്റ്റാൻഡിങ്. കഥയിലൂടെ മരിച്ചിട്ടില്ല, മരിച്ച് ഉയർത്തെഴുന്നേറ്റു നമ്മുടെ രക്ഷകൻ എന്ന് വിശ്വസിക്കേണ്ടത് വിശ്വാസികളുടെ കടമ മാത്രമാണ്. നിങ്ങൾ ആ കണ്ണി കൂടെ കാണരുത്, കഥയിലൂടെ കാണൂ. അങ്ങനെ ഇല്ല. ഞാൻ ആ ഒരു തലത്തിലല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. നമുക്ക് ആ ആശയത്തിന്റെ തലത്തിൽ ഞാൻ നിൽക്കാം, ഞാൻ വിശ്വാസിയുടെ തലത്തിലല്ല. എനിക്ക് എൻ്റെ വിശ്വാസത്തെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഒരു ആശയ സംവാദം നടക്കുമ്പം ആ ആശയം നിങ്ങൾ ഇപ്പോൾ റാണി പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ശതാധിപൻ്റെ പോയിന്റ്. കാരണം ശതാധിപന് പേര് പറയുന്നില്ല, ആ ശതാധിപൻ എന്നുള്ള പ്രയോഗം മാത്രമേ ഉള്ളൂ. അപ്പം അത് ആ അസുഖത്തിന്റെ ഇത് കൊടുത്ത യേശു മാറ്റി കൊടുത്ത അതേ ശതാധിപനാണോ ഇത്, അല്ലെങ്കിൽ അതല്ല? ഇത് രണ്ടും ഞാൻ വാദിക്കുന്നില്ല. അത് പറയാം. അതിനൊരു വേറൊരു തെളിവും കൂടി ഞാൻ വെക്കാം. അതായത് അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല, അതായത് യഹൂദന്മാരല്ലാതെ മറ്റൊരു വ്യക്തികളും ഉണ്ടായിരുന്നില്ല. അതായത് റോമ പടയാളികൾ. എന്താണ് പീലാത്തോസ് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ നിയമം അനുസരിച്ചിട്ട് നിങ്ങൾ ഇവനെ എന്ത് വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളുക എന്ന് പറഞ്ഞിട്ട് അടി കൊടുത്തിട്ട് വിടുകയാണ്. അടി കൊടുക്കുന്നുണ്ട്, പീലാത്തോസ് അടി കൊടുക്കുന്നുണ്ട്. വേറെ പീലാത്തോസോ അല്ലെങ്കിൽ റോമ പടയാളികളോ ഈ ഭാഗത്തെങ്ങുമില്ല. അതായത് യേശുവിനെ ക്രൂശിക്കുന്ന ആ സമയത്തൊന്നും ആ ഏരിയയിൽ ഒരാളും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ യേശുവുമായി ബന്ധിപ്പിക്കുന്ന ആൾക്കാരല്ലാതെ, അതായത് ശതാധിപനെ നിങ്ങൾ ഈ കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഈ അരിമത്തിക്കാരൻ ജോസഫ് ആരാണെന്ന് ഉള്ള ചോദ്യം വരും. അദ്ദേഹം എങ്ങനെ ഈ കഥയിൽ വന്നു? ഈ യേശുവായിട്ട് എന്താണ് ബന്ധം? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ കഥയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം വരും. ഉണ്ട്. അതിലേക്ക് ഞാൻ എത്താം. അതിന് മുന്നേ ഈ കുന്തം കൊണ്ട് കുത്തിയ വ്യക്തി ശതാധിപനല്ല. ശതാധിപൻ പറഞ്ഞിട്ട് പടയാളികൾ ആരോ കുത്തുകയാണ് ചെയ്തത്, അല്ലേ? അതല്ലേ? പടയാളികൾ, അതായത് റോമൻ പടയാളികൾ ഒരു കുത്ത് അദ്ദേഹത്തിന്റെ വയറ്റിൽ മെല്ലെ കുത്തി. മറ്റുള്ളവരുടെ റോമ പടയാളികളുടെ അവിടെ എവിടെയും ഇല്ല, റോമ പടയാളികളെ ഇല്ല. അതായത് ഇയാളെ കൊണ്ടുപോയി ക്രൂശിക്കുന്നത് എല്ലാം അടക്കം ഈ ആൾക്കാരാണ് ചെയ്യുന്നത്, യഹൂദരാണ് ചെയ്യുന്നത്. അവിടെ റോമാക്കാരായിട്ടുള്ള ഒരു വ്യക്തികളും ഇല്ല. അതായത് ഈ പടയാളി റോമ പടയാളികളെ തറക്കുന്നത് അല്ലല്ല, കുരിശിൽ തറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് യഹൂദന്മാരുടെ പുരോഹിതന്മാരുടെ ഗണമാണ്. പുരോഹിതന്മാരെ അയച്ച പടയാളികളും അവരുടെ ഭൃത്യന്മാരായിട്ടുള്ള ആൾക്കാരും. ഈ പുരോഹിതന്മാരൊന്നും ഇത്തരം ഭാരിച്ച ജോലി ചെയ്യില്ല. പുരോഹിതന്മാരുടെ അല്ലെന്നേ, പുരോഹിതന്മാർക്ക് ഇഷ്ടംപോലെ പടയാളികളുണ്ട്, അവരുടെ സൈന്യങ്ങളുണ്ട്, അവർക്ക് ഒരു നിയമമുണ്ട്. അവരുടെ നിയമം അനുസരിച്ചിട്ട് അവർക്ക് അവിടെ ആൾക്കാരെ ഇതിന് വിധേയമാക്കാം എന്ന് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞു
കൊല്ലുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് യഹൂദന്മാരുടെ നിയമപ്രകാരമാണ് അവിടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി പോകുന്നത്, കല്ലെറിയുന്നത്. അതൊരിക്കലും റോമാക്കാരുടെ നിയമപ്രകാരമല്ല അവരവിടെ അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? യഹൂദന്മാരുടെ നിയമപ്രകാരം അവിടെ ശിക്ഷാരീതികൾ നടപ്പിലാക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും പിലാത്തോസ് തന്നെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ നിയമം അനുസരിച്ചിട്ട് ഇവനെ പിടിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ ഇവനെ ഒരു 10 അടിയും അടിച്ച്, 10 എന്നല്ല, ഞാൻ ചാട്ടവാർ അടിയും കൊടുത്ത് അവനെ ഞാൻ പറഞ്ഞയക്കും എന്നാണ് പിലാത്തോസ് പറയുന്നത്. എന്നിട്ട് പിന്നെ ഇവനെ അതിനൊരു ക്രൂശിക്കാൻ വേണ്ടി കാരണമുണ്ട്. അവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പിലാത്തോസ് ഇവനെ ക്രൂശിക്കാൻ വേണ്ടി പിലാത്തോസിന്റെ അവർക്ക് ഭാര്യ വിട്ടുകൊടുത്തു. അല്ല അല്ല, പിലാത്തോസിന്റെ ഭാര്യ പിലാത്തോസിന്റെ തലേ ഭാര്യയൊക്കെ ദിവസം വിടൂ. സ്വപ്നം കാണുന്നുണ്ട്. അല്ലല്ല, അല്ല പിലാത്തോസിന്റെ ഭാര്യയൊക്കെ പിലാത്തോസിന്റെ വിടൂ. ഭാര്യ പിലാത്തോസിനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം ബൈബിളിലുണ്ട്. ഇല്ലെന്നേ. എനിക്ക് അതിനൊക്കെ നമ്മൾ അന്ന് തന്നെ റഫറൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ കാര്യം ഇവിടെ എടുക്കേണ്ടതേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെറോദോസ് പോലും, അതായത് രാജാവായിട്ടുള്ള ഹെറോദോസ് പോലും ഇവനിൽ ഒരു കുറ്റവും കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അതായത് ഇവര് പറയുമല്ലോ, ഹെറോദോസ് ഈ യേശുവിനെയും അതുപോലെ യോഹന്നാനെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ടും അങ്ങനെ വളരെ ചതി പ്രയോഗം നടത്തിയിട്ടൊക്കെ കൊല്ലാൻ വേണ്ടി നിന്ന വെറും നികൃഷ്ടനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ഹെറോദോസ് ആണ് നമ്മുടെ യഹോവയ്ക്കുള്ള ആലയം, ജെറുസലേം ടെമ്പിൾ ഒക്കെ പണിയിച്ചു കൊടുക്കുന്നുള്ള കാര്യം, മറ്റൊരു കാര്യം കൂടെ നമ്മൾ മറക്കരുത്. അവിടെ ഇവിടെ ഇവിടെ കൃത്യമായിട്ടും ഹെറോദോസും തിരിച്ചയക്കുകയാണ്, യേശുവിനെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ഞാനും ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് അവനെ കശാപ്പ് ചെയ്യാനായിരുന്നെങ്കിൽ ഹെറോദോസിന് ഒന്നും വേണ്ടായിരുന്നു. രാജാവല്ലേ, അവൻ എന്തും അല്ല ചെയ്യാമായിരുന്നു. യേശു പക്ഷെ അവരുടെ രാജ്യത്ത് തിരിച്ചയക്കുന്നു. പെട്ട ആളല്ല. യേശു ഓ അല്ല, ഏത് രാജ്യത്താണ്? സീസറാണ് രാജാവ്. ഹെറോദോസിന്റെ നിങ്ങൾ കീഴിലാണ്, ആ ഹെറോദോസിന്റെ ഗലീലിക്കാരനാണ്. രാജാവല്ല, ഹെറോദസിന്റെ സീസറാണ് കീഴിലാണ്. അതുകൊണ്ടാണ്. രാജാവ്. അവിടെ പലാത്തോസ് ഹെറോദോസിലേക്ക് തട്ടിക്കളിക്കുകയാണ്. യേശു എന്റെ അല്ലല്ല, രാജ്യക്കാരനല്ല. അല്ല അല്ല, അത് ഹെറോദോസിന്റെ സന്തോഷ് ജോർജ് രാജ്യക്കാരനാണ്. കുളങ്ങര അതുകൊണ്ടാണ്. സഫാരി ചാനലിൽ ആ സ്ഥലം കണ്ട് വിവരിക്കുന്നുണ്ട്. അത് ഹെറോദോസിനും അതാണ് പിലാത്തോസും എനിക്ക് പറയാൻ. അല്ല, ഭയപ്പെട്ടു. സഫാരി ചാനലിലെ കാര്യമല്ലല്ലോ നമ്മൾ ഇവിടെ പറയണത്. നമ്മൾ ബൈബിളിലുള്ള കാര്യമല്ലേ. ബൈബിളിൽ എന്താ പറയുന്നത്? യേശു ഗലീലിക്കാരനായതുകൊണ്ട് ഹെറോദോസും ഗലീലിയുള്ള രാജാവാണ്. അതുകൊണ്ടാണ് അന്ന് പിന്നെ ഈ ഉത്സവത്തിന്റെ തിരുനാളാണ്. തിരുനാളായതുകൊണ്ട് തന്നെ ഈ ഹെറോദോസ് ഒക്കെ അവിടെ സന്നിഹിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെറോദോസിന്റെ അടുത്തേക്ക് പീലാത്തോസ് വിട്ടു എന്നുള്ളത് വളരെ കൃത്യമായി അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് തന്നെയാണ് പറയുന്നത്, ഗലീലിക്കാരനായതുകൊണ്ട് വിട്ടു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഹെറോദോസും അവനെ ഒന്നും ചെയ്തില്ല. നേരത്തെ നോക്കുക, യോഹന്നാനെ തലവെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടെ നമ്മളത് ഓർക്കേണ്ടതുണ്ട്. അപ്പം കയ്യിൽ കിട്ടിയിരിക്കുന്ന യേശുവിനെ എന്തും ചെയ്യാം. അതായത് കൊലപാതക കുറ്റം അല്ലെങ്കിൽ ഇവനെ വധിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവന്മാർ കൊണ്ടു കൊടുക്കുന്നതും കൂടെ നോക്കുക. ഒന്നും മുന്നും പിന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, യേശുവിനെ അത്രത്തോളം വെറുത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അവനെ കൊന്നുകളയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഹെറോദോസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. റാണി സിസ്റ്റർ ഒരു അധ്യായം കണ്ട കംബോക്സിൽ ഇട്ടത് യോഹന്നാൻ 19:34 അതിൽ പറയുന്നത് രക്തവും വെള്ളവും പുറത്തു വന്നു. മറ്റേ ഇസ്രായേലിലേക്കുള്ള വെള്ളമെല്ലാം മൂപ്പര ശരീരത്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. അത് കുത്തിയപാടന്നെ വെള്ളമെല്ലാം പുറത്തു വരാന്. അതെ, അതെ. എന്തായാലും ഓക്കെ, പറഞ്ഞോളൂ ഷാജി, എടുത്തോളൂ കേട്ടോ. ഓക്കെ, അബ്രഹാം പറഞ്ഞോളൂ. റാണി, അപ്പം റാണീൻ്റെ ഇത് വിശദീകരണ പ്രകാരം ആ പടയാളികൾ റോമൻ പടയാളികളില്ല, ജൂതന്മാരുടെയും ഈ പുരോഹിതന്മാരുടെയും, അത് ജൂത പടയാളികളാണ്. അതായത് പുരോഹിതന്മാരുടെ നേതൃത്വത്തിലുള്ള പടയാളികളെ റോമൻ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തപ്പം ഈ എന്താ പറയുക, കുരിശിൽ തറച്ചതും കുരിശിൽ മരിച്ചു എന്ന് മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, അതായത് കുരിശിൽ നിന്ന് പീഡനം അനുഭവിപ്പിച്ച് ഇവരെ തൂക്കിലേറ്റുക, അല്ലെങ്കിൽ തൂക്കിലേറ്റി ശിക്ഷ കൊടുക്കുക എന്ന്, ആ മരണശിക്ഷ കൊടുക്കുക എന്ന് ഇവർക്ക്, ഈ ജൂത പുരോഹിതന്മാർക്ക് ഇതുണ്ടായിരുന്നു. ഇവരെ തൂക്കി കൊല്ലണം എന്ന് ജൂത പുരോഹിതന്മാർ പറഞ്ഞിട്ടല്ലേ, ഇവരെ തൂക്കി കൊല്ലുക എന്ന് പറഞ്ഞിട്ടല്ലേ ശരിക്കും പിലാത്തോസിന്റെ കയ്യിൽ നിന്ന് ഇവനെ മേടിക്കുന്നത്, യേശുക്രിസ്തുവിനെ അത് മേടിക്കുന്നത് അവരുടെ അല്ലേ? ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. യേശുവിന്റെയും ഇത് ആവശ്യമാണ് കഥ അവിടെ എങ്ങോട്ട് പറയുന്നത്. പോവാ? ഈ ഹലോ, ഒരു പ്രവചന പൂർത്തീകരണം കയ്യാഫാസിന്റെ നടത്തിയെടുക്കുക എന്നുള്ളത് ക- യേശുവിന്റെയും പുരോഹിതന്മാരുടെയും പിന്നെ റാണിജി, ഒരു ആവശ്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു. ഓക്കെ ഷാജി, പറഞ്ഞു. ഇവിടെ കയ്യാഫസ് ആണ് ഇതിന് മുൻകൈ എടുക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. കയ്യാഫസ് ആണ് മുൻകൈ എടുത്തിട്ട് യേശുവിനെ കുരിശിക്കണം എന്നുള്ളതിന്റെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതും. എന്നിട്ട് അല്ല കയ്യാഫസിന്റെ ഷാജി, കയ്യാൾക്കാരാണ് ഇതിൽ അവിടെ കൂടെ അവിടെ നിൽക്കുന്നത്. അവിടെ ഒരു ഒറ്റ അല്ല പോയിന്റ് കൂടെ ഉണ്ട്. കുരിശിൽ അല്ലല്ല, എനിക്ക് മരിക്കുന്ന എനിക്ക് എനിക്ക് കുരിശിൽ ഒരൊറ്റ പോയിന്റ്. അല്ലല്ല റാണി, അല്ല ഇവിടെ വേറെ പോയിന്റ് ഉണ്ട്. കുരിശിൽ മരിക്കുന്ന അപശബ്ദ മരണമാണ്. അങ്ങനെ യേശു അല്ല, മരിക്കാൻ പാടില്ല അതൊക്കെ എന്ന് നിർബന്ധ അല്ലല്ല, ബുദ്ധി. അതൊക്കെ അതിനേക്കാൾ അല്ലല്ല, അബ്രഹാമിനോട് അതിനേക്കാൾ അതാണ് പറയേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇപ്പൊ ഷാജി പറഞ്ഞിരിക്കുന്നത് കയ്യഫാസ് ആണ് മുന്നിട്ട് വന്ന് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് പറയുന്നു. നേരെ മറിച്ച് യേശുവിനും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യേശുവിനും
കയ്യാഫാസിനും യേശു മരിക്കപ്പെടുക എന്നുള്ളത് യേശുവിന്റെ ഒരു ഏറ്റവും ജീവിതാഭിലാഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്? എന്നാൽ മാത്രമാണ് ഇയാളെ മുൻനിർത്തിയിട്ട് മതപരിവർത്തനം നല്ല കെങ്കേമമായിട്ട് നടത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ മരിക്കണം, മരിച്ച് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത് ഒരു പ്രവചന പൂർത്തീകരണമാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രവചനം നിങ്ങൾക്ക് പഴയ നിയമ പുസ്തകത്തിൽ കാണില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് തള്ളുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാം. നിരന്തരം 3 തവണയൊക്കെയാണ് ഈ പുനരുത്ഥാനത്തെ കുറിച്ചിട്ട് ഇയാൾ പറയുന്നത്. ഇങ്ങനെ കുരിശിലടിച്ച് ഞാൻ ചാവും, അതായത് വിജാതിയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, എന്നിട്ട് കുരിശിലടിച്ച് ഞാൻ ചാകണം എന്നുള്ളത് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാത്രമാണ് ഈ ഈ പിന്നെ എന്താ പറയട്ടെ, ഈ മതത്തിന്റെ അഭാഗമാക്കി നാട്ടുകാരെ മാറ്റാൻ സാധിക്കുള്ളൂ. അത് യേശുവിന്റെ ഒരു ഉദ്ദേശമാണ്. അതേപോലെ തന്നെയാണ് ഈ കയ്യഫാസിന്റെയും ഒരു ഉദ്ദേശം. അതെങ്ങനെയാണ് ഈ പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ ഈ പുരോഹിതന്റെയും യേശുവിന്റെയും ഒരേ ഉദ്ദേശമായി മാറുന്നത് എങ്ങനെയാണ്? ഇവിടെ കയ്യാഫസിന്റെ ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാഫസ് ഇത് ഒരു പ്രശ്നമാക്കത്തില്ലായിരുന്നു. അവൻ ദൈവമാണെന്ന് പറഞ്ഞ് നടന്നോട്ടെ എന്ന് വെറുതെ വിട്ടോണ്ടിരിക്കുവായിരുന്നു. പല പ്രാവശ്യം ഈ യേശുവിനെ കൊല്ലാൻ ഒരുങ്ങിയിട്ടുണ്ട് പലരും. ആ ഒരുങ്ങിയപ്പോഴെല്ലാം യേശു അവിടുന്ന് മുങ്ങി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. പക്ഷെ യേശു ചെയ്ത ഒരു പരിപാടിയുണ്ട്. ഈ കലാപരിപാടികൾ മുഴുവൻ കാണിച്ച് ഇവന് കുറച്ച് ആൾക്കാരെയും കിട്ടി, ഇനി എന്നെ ആരും ഒന്നും ചെയ്യാനില്ല എന്നൊരു ധൈര്യത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. വചനം പൂർത്തിയാകുന്ന രീതിയിൽ ഇനി പുരോഹിതന്റെ ആവശ്യവും ഇല്ല എന്ന് യേശു ഒന്ന് പറഞ്ഞു വെച്ചുപോയി. അവിടെയാണ് കയ്യാഫസിന് ഈ പറഞ്ഞ വൈരാഗ്യ ബുദ്ധി, ഇവനെ കൊല്ലണമെന്നുള്ള തോന്നിയത്. അവിടെ മുതലാണ് യേശുവിനെ കുരിശിക്കാൻ വേണ്ടി കളിക്കാവുന്ന കളികൾ മൊത്തം കയ്യാഫസ് ചെയ്തതും. അങ്ങനെയാണ് യേശുവിനെ കുരിശിൽ കയറ്റുകയും ചെയ്തത്. അതായത് പുരോഹിതന്മാരെ ഇനി ആവശ്യമില്ല, ഞാൻ വന്നു, എല്ലാം പൂർത്തിയായി എന്ന് യേശു പറഞ്ഞു. എന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണമാണ് യേശുവിനെ കൊല്ലാൻ ബൈബിളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല, യേശു ഓക്കെ. മരിച്ചോ എന്നുള്ളതിന് രണ്ടാമതും ഇപ്പൊ നമുക്ക് യേശുവിനെ കൊന്നോ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ അരിമത്യ ജോസഫാണ് അവിടെ ഒരു ഗുഹ ഉണ്ടാക്കി വെക്കുന്നത്. ഗുഹയിലേക്ക് എടുത്തു വെക്കുന്നത് 2 ശിഷ്യന്മാരാണ്, അരിമത്യ ജോസഫും അതുപോലെ തന്നെ നിക്കോദേമസും. അതുപോലെ തന്നെ ശതാധിപനാണ് മരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ശതാധിപനാണ്. അങ്ങനെ ആ ശതാധിപൻ പിന്നെ ഇയാൾ പിന്നെ അബ്രഹാം പറഞ്ഞതുപോലെ ആ ശതാധിപനാണോ ഈ ശതാധിപനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് അവിടെ ശതാധിപൻ എന്ന് മറ്റൊരു വ്യക്തി പറയണ്ട. എന്നാൽ ആ ശതാധിപനല്ല ഈ ശതാധിപൻ എന്ന് തെളിയിക്കേണ്ടത് അബ്രഹാമാണ്. പക്ഷെ അതായത് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും പിന്നെ യേശുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ മാത്രമാണ്. അവിടെ ഈ ഇല്ല, പിന്നെ റോമ നമുക്കിത് അവിടെ കടിച്ചു പടയാളികളായിട്ടുള്ള തൂങ്ങണ്ട. ആൾക്കാർ ആരുമില്ല. അവിടെ ഒരു ആരുമില്ല. പൊളിറ്റിക്സ് ഉണ്ട്. ആ അല്ല പൊളിറ്റിക്സ് അല്ല തേടി പോവാണ് നമ്മൾ. അത് തന്നെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ അതേ കിടന്ന് തൂങ്ങേണ്ട കാര്യമില്ല. അതായത് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ ഇതുപോലെ കള്ളക്കഥകൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് ഇവർക്ക് രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒരുപാട് കഥകൾ ഉണ്ടാക്കും. കാണുന്നമാര് മൊത്തം പുരോഹിതനുമായിരിക്കും. പിന്നെ പുരോഹിതന് വേറെയുണ്ട്, അതിന്റെ വലിയ പുരോഹിതൻ വേറെയുണ്ട്. ഇങ്ങനെ ഈ ഈ പറഞ്ഞ അവിടെ നിലവിലുള്ള രാജാവ്, അതായത് സീസർ എന്ന് പറഞ്ഞ രാജാവും ഗവർണറായ പീലാത്തോസും ഇവരെ പറ്റിച്ച് ഈ രാജ്യം സ്വന്തമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ രാജാവാകാൻ വേണ്ടി അവിടെ ചെറിയ ചെറിയ ആൾക്കാർ ഈ പ്രവാചകനാണെന്നും ദൈവമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് യേശു ഉയർന്നു വന്നത്. അവിടെ യേശു വന്ന് പറഞ്ഞ് പുരോഹിതൻ വേണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കയ്യാഫസ് പറഞ്ഞു, പുരോഹിതനില്ലെങ്കിൽ നമ്മുടെ പണി പോയി. അങ്ങനെയാണ് ഇവനെ കൊല്ലണം എന്നുള്ള തീരുമാനമായത്. ഇതുവരെയും ഞങ്ങളുടെ ദൈവമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുകയായിരുന്നു. ആ കൊണ്ടു നടന്ന ആ ആളെ തന്നെയാണ് പുരോഹിതനെ വേണ്ടാന്ന് യേശു പറഞ്ഞപ്പോൾ കൊല്ലണം എന്നുള്ള തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ നമ്മുടെ പീലാത്തോസ് പറഞ്ഞതും മറ്റേ ഹേരോദാസ് പറഞ്ഞതും, ഞാൻ തെറ്റൊന്നും കാണുന്നില്ല, അവൻ ദൈവമാണെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കി കഥ മുന്നോട്ട് പോകാൻ. ഓക്കെ. പിലാത്തോസ് അത് ഇപ്പൊ പറയാൻ കാരണം അദ്ദേഹത്തിന് ഒരു പേടി ഉണ്ടായിരുന്നു. അഥവാ ദൈവപുത്രനാണോ, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പേടിപ്പിച്ചതായിട്ടൊരു സ്വപ്നം മത്തായിയിൽ വിവരിക്കുന്നുണ്ട്. അതാ ഞാൻ റാണി അത് ഉറപ്പിച്ച് അംഗീകരിക്കുന്നില്ല. പറയരുത്, കഥയാണ്. കഥയിൽ കൂടുതൽ ഉറപ്പിക്കരുത് കയറി. ഓക്കെ. അപ്പോൾ ഇരിഡിയം പറഞ്ഞ പോയിന്റ്, കയ്യാഫാസ് പുരോഹിതന്റെ പടയാളികളും അല്ലെങ്കിൽ കയ്യാഫാസ് ഒരു കളി കളിച്ചിട്ടുണ്ടാവാം. അതായത് യേശു മരിക്കണം, തൂക്കിക്കൊല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ട് പീലാത്തോസിന്റെ നിന്ന് മേടിക്കുന്നു. പക്ഷെ യേശുവിനെ തൂക്കിക്കൊല്ലാതെ തന്നെ, പീഡിപ്പിച്ച് കൊല്ലാതെ തന്നെ, പകുതി പൂർണ്ണമായിട്ട് മരണമെത്താതെ തന്നെ ഒരു നാടകീയ രംഗങ്ങൾ അവിടെ ഈ യേശുവിന്റെ ശിഷ്യന്മാരും
ഈ കയ്യാഭാവും തമ്മിൽ കളിച്ചു എന്ന ഒരു വാദമാണോ നിങ്ങൾ ഉന്നയിക്കുന്നത്? എനിക്കൊരു സംശയം ഇപ്പോൾ. അത് മാത്രമല്ല, പൊരുത്തക്കേട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ യോഹന്നാന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ബുധനാഴ്ചയാണ് യേശുവിനെ പിടിച്ച് പിന്നെ ഒറ്റ കൊടുക്കുന്നത്. ബുധനാഴ്ച രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത്താഴം വെറും സാധാരണ അത്താഴം എന്നാണ് പറയുന്നത് യോഹന്നാൻ. എന്നാൽ നിങ്ങളുടെ മത്തായി എന്താ പറയുന്നത്, രണ്ട് നേരിട്ടുള്ള ശിഷ്യന്മാര് എന്ന് നമുക്ക് എടുക്കാം. അതായത് നേരിട്ടുള്ള ശിഷ്യന്മാരാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും നേരിട്ടുള്ള ശിഷ്യന്മാരുടെ ഗണത്തിൽ യോഹന്നാൻ ഉണ്ട്, മത്തായി ഉണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം ഞാൻ എടുക്കുന്നത്. മത്തായി പറയണത് എന്താണ്? അത് വ്യാഴാഴ്ച പെസഹ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പിന്നെ മത്തായി പറയുന്നു കിരേനക്കാരൻ ശിമയോനാണ് ഈ ഇത് ചുമന്നു കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഈ 12 ശിഷ്യന്മാരും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ എന്താ പറയണത്? ഇയാള് സ്വന്തം കുരിശ് ചുമന്ന് പോയിരിക്കുന്നു. അപ്പൊ നിരവധി അനവധി പൊരുത്തക്കേടുകളാണ് അബ്രഹാമേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ആ കള്ളക്കഥയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഓക്കെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ പോയിന്റ് കിട്ടി. അതായത് ഈ പോയിന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വാദിക്കുന്നതിൻ്റെ മെയിൻ പോയിന്റ് ഈ കയ്യാപ്പാവും പുരോഹിതന്മാരും യേശുവിൻ്റെ ശിഷ്യന്മാരും തമ്മിൽ ഒരു അന്തർധാര വെച്ചിട്ട് ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഓക്കെ, അതാണോ അതന്നെയാണോ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടോ? അന്തർധാരയല്ല, അത് കയ്യാഫസിന്റെ അന്തർധാര എന്ന് ആവശ്യമായിരുന്നു. പറഞ്ഞാൽ എന്താണ്? അല്ല, എനിക്ക് ഒരു അത് മിനിറ്റ് താങ്കൾ എനിക്ക് പറയും. എൻ്റെ വ്യൂ അല്ല, ആവശ്യമായിരുന്നു. എനിക്ക് റീഡിയത്തിൻ്റെയും റാണിൻ്റെയും വ്യൂ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാ. അല്ല, കയ്യാഫസിന്റെ ആവശ്യമായിരുന്നു അത്. അതായത് ഇവരുടെ ശിഷ്യന്മാർക്ക് ആ ആവശ്യമില്ലായിരുന്നു. കയ്യാഫസിന്റെ ആഗ്രഹം മാത്രമാണ്. അതിന്റെ കൂട്ടു നിന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ ആവശ്യമായിരുന്നു. അല്ലാതെ ശിഷ്യന്മാരുടെ ആവശ്യം അതല്ല. ശിഷ്യന്മാർ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, അവരവിടുന്ന് മുങ്ങി. ഓക്കെ ഇല്ലില്ല, ശിഷ്യന്മാർ ക്ലിയർ കൂടെ ആയി. ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.